വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് കർണവൻ്റെ കാര്യം ഓർത്തത്. പിന്നെ നലച്ചിക്കണ്ടല്ലോ, അങ്ങോട്ട് വിട്ടു. ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടല്ല വരുന്നത്, കുറേ വട്ടം വന്നിട്ടുള്ളത്. വരാനുള്ള മെയിൻ കാരണം ഇവിടുത്തെ ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ പലതരം ഐറ്റംസ്. മെയിനായിട്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുഡാണ്. മെയിൻ ഡോറ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ആളുകളാണ്, മൊത്തവും വണ്ടിയും തിരക്കും ഒക്കെയാണ്. ഇവിടുത്തെ മെയിൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫുഡാണ്. പിന്നെ അക്കിയും പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അവൻ പിന്നെ ഓയിൽ ഐറ്റംസ് ഒന്നും എടുക്കാറില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവൻ ഗ്രില്ല് ചിക്കൻ ഓർഡർ ചെയ്തു. അവനാണെങ്കിൽ ഇപ്പോൾ ഡയറ്റ് ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ കുറേ നാൾ 2 വർഷത്തോളം അവൻ ഡയറ്റ് കിടത്തില്ലായിരുന്നു. പിന്നെ അങ്ങ് വണ്ണം വെച്ചു. പിന്നെ ഇപ്പോഴാണ് ഡയറ്റ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്തിനാ വെറുതെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് ഞാനൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. പിന്നെ അവനത് മേടിക്കാനായിട്ട് പോയി. പക്ഷേ ഇന്നത് വർത്താണ് കേട്ടോ. ഇത് 30 രൂപയേ ഉള്ളൂ. പക്ഷേ സൂപ്പർ ടേസ്റ്റുമാണ്. ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഐസ്ക്രീമാണ്. പിന്നെ അവൻ ഫുഡും കൊണ്ട് വന്നു. ആൾ ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെയാണ്. കാരണം 2 വർഷത്തോളം ഡയറ്റൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എണ്ണ പലഹാരമൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അവൻ്റെ ഫേസിൽ തന്നെ അറിയാം അതിൻ്റെ വിഷമം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണമെന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ച് ടൈം ഒത്തിരി ആയില്ലേ എന്ന്. പിന്നെ ഈ സ്ഥലം തമിഴ്നാട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് സ്ഥലം എനിക്കറിയത്തില്ല. ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. പിന്നെ ആണെങ്കിൽ അവൻ ബൈക്കൊക്കെ എടുത്തു. പിന്നെ എനിക്കൊരു ഹോബിയുണ്ട്, എപ്പോഴും നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ എനിക്ക് അസുഖത്തിൻ്റെ വല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് ആലോചിച്ചു. പിന്നെ വീട്ടിലോട്ട് വിട്ടു.